ദിവസമാണ് ബജാജ് ഓട്ടോ തങ്ങളുടെ 4ാം പാദ ഫലങ്ങൾ പുറത്തുവിട്ടത്. ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ അനലിസ്റ്റുകളുടെ ഭാഗത്തു നിന്നും സമ്മിശ്രമായ പ്രതികരണമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. 4ാം പാദ ഫലങ്ങൾ മികച്ചത് തന്നെയായിരുന്നു. ലാഭത്തിൽ ഇയർ ഓൺ ഇയർ അടിസ്ഥാനത്തിൽ 18% മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. 2011 കോടി രൂപയാണ് പ്രോഫിറ്റായി രേഖപ്പെടുത്തിയത്. വരുമാനത്തിൽ 30% വർധനവും ഉണ്ടായിട്ടുണ്ട്. 11,249 കോടി രൂപയാണ് വരുമാന ഇനത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഡൊമസ്റ്റിക് മാർക്കറ്റിൽ മോട്ടോർ സൈക്കിൾ സെഗ്മെന്റിൽ ഒരു ഔട്ട് പെർഫോമൻസ് കാഴ്ചവെക്കാൻ ബജാജിന് കഴിഞ്ഞിട്ടുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പൈപ്പ് ലൈൻ ഉള്ളതിനാൽ ഇത് തുടരുകയും ചെയ്യും. പക്ഷേ എക്സ്പോർട്ടിന്റെ കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. പ്രധാന മാർക്കറ്റിൽ എല്ലാം ഇപ്പോഴും ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ തുടരുന്നുണ്ട്. കമ്പനിയുടെ എബിഡ മാർജിൻ പരിശോധിച്ചാൽ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ സ്റ്റേബിളായി തന്നെ തുടരുന്നുണ്ട് എന്ന് കാണാം. 4ാം പാദത്തിൽ വോളിയത്തിൽ 24% ഇയർ ഓൺ ഇയർ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വോളിയത്തിലുണ്ടായ മുന്നേറ്റം റിയലൈസേഷനിലും ഇംപ്രൂവ്മെന്റിന് സഹായിച്ചു. ഏകദേശം 4% ഇയർ ഓൺ ഇയർ ഇംപ്രൂവ്മെന്റ് ആണ് രേഖപ്പെടുത്തിയത്. ബജാജ് ഓട്ടോയുടെ സ്പെയർ റവന്യൂ 13%, എക്സ്പോർട്ട് റവന്യൂ 28%മാണ് ഇയർ ഓൺ ഇയർ വർദ്ധിച്ചത്. മാർജിൻ സ്റ്റേബിളായി തുടരുന്നുണ്ടെങ്കിലും ഗ്രോസ് മാർജിൻ 50 ബേസിസ് പോയിന്റ് കുറഞ്ഞതായി കാണാം. ഗ്രോസ് മാർജിൻ 29.1% കുറഞ്ഞു. ഇൻഡസ്ട്രി ഔട്ട്ലുക്ക് നോക്കിയാൽ ടൂ വീലർ ഇൻഡസ്ട്രി 2025 സാമ്പത്തിക വർഷത്തിൽ ഹൈ സിംഗിൾ ഡിജിറ്റിൽ ഗ്രോ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ചും ഫിനാൻസിംഗ് പെനട്രേഷൻ ഉയരുന്നത് ടൂ വീലർ ഇൻഡസ്ട്രിക്ക് അനുകൂലമാണ്. ബജാജിനെ സംബന്ധിച്ച് 2025 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതി പൂർത്തിയാകുമ്പോഴേക്കും CNG ഉൾപ്പെടെ 6 പുതിയ ലോഞ്ചസ് ആണ് ലക്ഷ്യമിടുന്നത്. CNG മോട്ടോർ സൈക്കിൾസ്, KTM മോഡൽസ്, പൾസർ NS 400, ചേതക് EV എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. സെപ്റ്റംബർ ആകുമ്പോഴേക്കും പ്രതിമാസം 10,000 ട്രയംഫ് മോട്ടോർ സൈക്കിൾ ഉൽപ്പാദിപ്പിക്കുമെന്ന് ബജാജ് CFO ദിനേശ് താപ്പാർ പറഞ്ഞിരുന്നു. പ്രീമിയം മോട്ടോർ സൈക്കിൾ വിപണിയിൽ സൈസബിൾ മാർക്കറ്റ് ഷെയർ ഗെയിൻ ചെയ്യുന്നതിനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. 2023 ജൂലൈ ട്രയംഫ് സ്പീഡ് 400, ട്രയംഫ് സ്ക്രാംബ്ലർ 400X എന്നീ മോഡലുകൾക്ക് നല്ല സ്വീകരണം ലഭിച്ചിട്ടുണ്ട്. മാർച്ച് പാദത്തിൽ 18,800 യൂണിറ്റുകളാണ് ഈ മോഡലുകളുടെ വിറ്റുപോയത്. ട്രയംഫ് സ്റ്റോറുകൾ 150 എണ്ണമാക്കി ഉയർത്താനും കമ്പനിക്ക് പദ്ധതിയുണ്ട്. ഇത്തരം നടപടികൾ ഇൻഡസ്ട്രി ഗ്രോത്തിനേക്കാളും ഫാസ്റ്റർ ഗ്രോത്ത് കരസ്ഥമാക്കാൻ കമ്പനിയെ പ്രാപ്തമാക്കും. നൈജീരിയ, ബംഗ്ലാദേശ്, കെനിയ, ഈജിപ്ത്, അർജന്റീന മുതലായ രാജ്യങ്ങളിലെ വിപണികളിൽ പലവിധ ജിയോ പൊളിറ്റിക്കൽ പ്രതിസന്ധികൾ തുടരുന്നതിനാൽ എക്സ്പോർട്ടിൽ അല്പം പ്രതിസന്ധിയിലാണ്. എങ്കിലും ലാറ്റിൻ അമേരിക്ക, ആസിയാൻ അതായത് അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് എന്നീ രാജ്യങ്ങളിലെ പുതിയ മാർക്കറ്റിലേക്ക് എക്സ്പാൻഡ് ചെയ്യുന്നതിനും നിലവിലെ മാർക്കറ്റുകളിൽ മാർക്കറ്റ് ഷെയർ ഗെയിൻ ചെയ്യുന്നതിനും ഊർജിതമായിട്ടുള്ള ശ്രമങ്ങളാണ് കമ്പനിയുടെ ഭാഗത്തു നിന്നും നടക്കുന്നത്. കൂടാതെ ഈജിപ്തിലേക്ക് കമ്പനി തങ്ങളുടെ എക്സ്പോർട്ട് ആരംഭിച്ചിട്ടുമുണ്ട്. ടൂ വീലർ EV വിപണിയിൽ ബജാജിന്റെ ചേതകിന് 3ാം സ്ഥാനത്തേക്ക് ഉയരാൻ സാധിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ 3 വീലർ, 2 വീലർ മോഡലുകൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് PLI സർട്ടിഫിക്കറ്റ്സും കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം ചേതകിന്റെ വേരിയൻസ് കൂടുതൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും ഇതിലൂടെ സാധിക്കും. ഉടൻ തന്നെ CNG മോട്ടോർ സൈക്കിൾ വിപണിയിൽ അവതരിപ്പിക്കാനാണ് കമ്പനിയുടെ ശ്രമം. ഇവിടെ കമ്പനി നേരിടേണ്ടി വരുന്ന ഒരു പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് കോപ്പർ, അലുമിനിയം പോലുള്ള റോ മെറ്റീരിയലുകളുടെ കോസ്റ്റിൽ ഉണ്ടാകുന്ന വില വർധനവാണ്. ബജാജിന്റെ 4ാം പാദ റിസൾട്ടുകൾ പുറത്തുവിട്ടപ്പോൾ ഡിവിഡൻഡായി ഓഹരി ഒന്നിന് 80 രൂപ നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 4ാം പാദത്തിൽ തന്നെ ബജാജ് ഓഹരി ബൈബാക്കും നൽകിയിരുന്നു. ഇത്തരത്തിലുള്ള ബൈബാക്ക്, ഡിവിഡൻഡ് പോലുള്ള പേയ്മെന്റുകൾ കഴിഞ്ഞും കമ്പനിക്ക് 163 ബില്യൺ രൂപയുടെ നെറ്റ് ക്യാഷ് രേഖപ്പെടുത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ വിവിധ ബ്രോക്കറേജുകൾ നൽകുന്ന സ്റ്റാൻസ് കൂടി നമുക്കിനി പരിശോധിക്കാം. ടൂ വീലർ മേഖലയിലെ ഡിമാൻഡ് ശക്തമായി തുടരുന്നതിനാലും ബജാജിന്റെ വരുമാന വളർച്ച ശക്തമായതിനാലും LKP റിസർച്ചിലെ അനലിസ്റ്റുകൾ ഓഹരിക്ക് ബൈ ശുപാർശ നൽകുന്നുണ്ട്. LKP റിസർച്ച് ടാർഗറ്റ് പ്രൈസായി നിശ്ചയിച്ചിരിക്കുന്നത് 10,138 രൂപയാണ്. പൾസർ N സീരീസിന്റെ ലോഞ്ചസുകളും ഡൊമസ്റ്റിക് മാർക്കറ്റിലെ മോഡലുകളുടെ സെയിൽസിലുണ്ടാകുന്ന വർധനവും ഒപ്റ്റിമിസ്റ്റിക് ആയി തുടരുന്നതിന് സഹായിക്കുമെന്നാണ് ബ്രോക്കറേജ് വിലയിരുത്തുന്നത്. KR ചോസ്കിയും ഓഹരിക്ക് ബൈ ശുപാർശയാണ് നൽകുന്നത്. എബിഡ മാർജിനിൽ വർധനവ് തുടരുന്നതിനാൽ 2026 സാമ്പത്തിക വർഷം ആകുമ്പോഴേക്കും കമ്പനിയുടെ ഏർണിംഗ്സ് പെർ ഷെയർ 4.7% ഉയരുമെന്നാണ് ബ്രോക്കറേജ് അനുമാനിക്കുന്നത്.
വളർച്ചാ സാധ്യത കൂടുതലായതിനാൽ കമ്പനിയുടെ PE റേഷ്യോ 2026 സാമ്പത്തിക വർഷമാകുമ്പോഴേക്കും 27.8 മടങ്ങ് വർദ്ധിക്കുമെന്നും കണക്ക് കൂട്ടുന്നുണ്ട്. ഓഹരി 10,263 കുതിച്ചേക്കാമെന്നാണ് ബ്രോക്കറേജ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ MK ഗ്ലോബലിനെ സംബന്ധിച്ച് റെഡ്യൂസ് റെക്കമെൻഡേഷൻ ആണ് നൽകുന്നത്. 7,900 രൂപയാണ് ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. അടുത്ത 2 വർഷത്തിനുള്ളിൽ കമ്പനിയുടെ വോളിയം, ഏർണിംഗ്സ് പെർ ഷെയർ എന്നിവയുടെ CAGR യഥാക്രമം 12%, 8% രേഖപ്പെടുത്തിയേക്കാമെന്നാണ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത്. ബജാജിന് ഇലക്ട്രിക് 3 വീലർ മേഖലയിൽ നല്ലൊരു സ്ഥാനം ഉറപ്പിച്ചെടുക്കുന്നതിന് സാധിക്കുന്നുണ്ട്. ചില മാർക്കറ്റിൽ 60% മുകളിൽ വരെ വിപണി വിഹിതം നേടിയെടുക്കാനും സാധിച്ചിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളത്തെ മുന്നേറ്റം മൂലം ഓഹരി ഓവർ വാല്യൂഡ് ആണ് എന്നാണ് MK ഗ്ലോബലിന്റെ അനലിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നത്. ആക്സിസ് സെക്യൂരിറ്റിനെ സംബന്ധിച്ച് എക്സ്പോർട്ടിലും സെയിൽസിലും ഫ്യൂച്ചറിൽ റിക്കവറി ഉണ്ടാകും എന്ന് തന്നെയാണ് അഭിപ്രായപ്പെടുന്നത്. വോളിയം ഗ്രോത്തിൽ 14.5% CAGR ഉണ്ടായേക്കാം എന്നാണ് കണക്കാക്കുന്നത്. ഏകദേശം 20% EBITDA മാർജിൻ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ സാമ്പത്തിക വർഷത്തിന്റെ 2ാം പകുതി മുതൽക്ക് എക്സ്പോർട്ടിൽ പിക്കപ്പ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലോ RM കോസ്റ്റ് അഥവാ റോ മെറ്റീരിയൽ കോസ്റ്റ് വർദ്ധിക്കുന്നതോ ആണ് മുൻപിലുള്ള പ്രധാന റിസ്കുകൾ. എന്നാലും EBITDA എസ്റ്റിമേഷൻ 2025 സാമ്പത്തിക വർഷത്തിൽ 6.6%, 2026 സാമ്പത്തിക വർഷത്തിൽ 6.8% ആയി ഉയർന്നേക്കാം എന്നും കണക്കാക്കുന്നുണ്ട്. റിസ്കുകളെ മുൻനിർത്തി ഹോൾഡ് റെക്കമെൻഡേഷൻ നൽകുമ്പോൾ 4% ഡൗൺ സൈഡ് മൂവ്മെന്റ് ആണ് ഇപ്പോൾ ആക്സിസ് സെക്യൂരിറ്റീസ് എക്സ്പെക്ട് ചെയ്യുന്നത്. 8,675 രൂപ ടാർഗറ്റ് പ്രൈസ് ആയിട്ടും ഫിക്സ് ചെയ്തിട്ടുണ്ട്. മോത്തിലാൽ ഒസ്വാളും വാല്യുവേഷന്റെ അടിസ്ഥാനത്തിൽ ന്യൂട്രൽ സ്റ്റാൻസ് ആണ് സ്വീകരിച്ചിരിക്കുന്നത്. 7% ഡൗൺ സൈഡ് പൊട്ടൻഷ്യൽ പ്രതീക്ഷിച്ചുകൊണ്ട് 8,360 രൂപയാണ് ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നൽകുന്നത്.